ഏറ്റുമാനൂരിൽ വി.എൻ. വാസവൻ തന്നെയാണ്. ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ എഞ്ചിനീയർ ആയിട്ട് കേരളത്തിൽ ആരെങ്കിലും എടുത്തു കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും വി.എൻ. വാസവനെ തന്നെ കാണിക്കും. LDF-ൽ വി.എൻ. വാസവനോളം ആ കരുത്തുള്ള കപ്പാസിറ്റി ഉള്ളൊരു നേതാവില്ല. നിങ്ങൾ സഭാ നേതാക്കളായിട്ടും ഏത് സമുദായ നേതാക്കളായിട്ടും നിങ്ങൾക്ക് ഏത് ഉസ്താദുമാരുമായിട്ടും നിങ്ങൾക്ക് ചർച്ച നടത്താൻ വിശ്വാസ്യതയോടുകൂടി പാർട്ടി കേൾപ്പിക്കാൻ പറ്റിയ ഒരു കക്ഷിയാണ് വി.എൻ. വാസവൻ. എനിക്ക് നേരിട്ടറിയാവുന്ന പല വിഷയങ്ങളുണ്ട്. നേരിട്ട് സഭാ നേതാക്കളുമായിട്ട് ഇപ്പോൾ സമുദായ നേതാക്കളുമായിട്ട് വി.എൻ. വാസവൻ നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ ഡിപ്ലോമസി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അസറ്റും. ആ രീതിയിലാണ് ഒരു ക്രൈസിസ് മാനേജറാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം വി.എൻ. വാസവൻ. വി.എൻ. വാസവൻ ആ മണ്ഡലത്തിൽ എതിരാളികളോ ശത്രുക്കളോ ഇല്ല എന്നുള്ളതാണ് നമ്പർ 1. നമ്പർ 2, ആ മണ്ഡലത്തിൽ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി വെല്ലുവിളിച്ച നേതാവാണ്. പ്രോഗ്രസ് റിപ്പോർട്ട് 4000 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കി ആ മണ്ഡലത്തിൽ താൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞ നേതാവാണ് വി.എൻ. വാസവൻ. പക്ഷേ കോൺഗ്രസ് ആണ്, കൈപ്പത്തിയാണ് മണ്ഡലത്തിൽ വരുന്നത്, ചെറിയ കാര്യമല്ല. അതുതന്നെയാണ് വലിയൊരു പൊളിറ്റിക്കൽ എനിമിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച് വാസവൻ എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഈ സ്വർണ്ണക്കൊള്ള കൊണ്ട് നിറച്ച, വെടിയുണ്ടകൾ നിറച്ച തോക്കുമായി വി.എൻ. വാസവനെതിരെ ഉന്നം പിടിച്ചിരിക്കുകയാണ് UDF എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പൊളിറ്റിക്കലി വി.എൻ. വാസവൻ പരാജയപ്പെടുക എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു ടാർഗറ്റാണ്. ആ അർത്ഥത്തിൽ ആണ് ഏറ്റുമാനൂർ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലമായി മാറുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഫാക്ടർ: ഒന്ന്, കൈപ്പത്തി ചിഹ്നത്തിൽ UDF കോൺഗ്രസ് മത്സരിക്കുന്നു എന്നൊരു ഫാക്ടർ; 2, അവിടെ 2020 ആണ് BJP-യുടെ NDA-യുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നതും ഒരു ഫാക്ടറാണ്. അപ്പോൾ ആ വോട്ട് ഷിഫ്റ്റ് എങ്ങനെ ആർക്ക് അനുകൂലമായി പ്രതിഫലിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരിക്കും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം എന്നത് ഈ ഏറ്റുമാനൂരിൽ ശക്തമായ മത്സരം തന്നെയാണ്. പക്ഷേ ഈ വാസവൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒരു പക്ഷേ അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്നതാകുമോ എന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം.